ഹായ്, സമയം ജസ്റ്റ് 6 മണിയായി. അത്യാവശ്യം നന്നായി നേരം എടുത്തു കേട്ടോ. നമ്മളിന്ന് പങ്കസിനാൻ പ്രോവിൻസിൽ തന്നെയുള്ള അലാമിനോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും എടുക്കുന്നില്ല. തിരിച്ച് ഞാൻ മനിലേക്ക് പോയിട്ടാണ് എനിക്ക് വേറൊരു പരിപാടി ഉള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് പോകണമെങ്കിൽ എന്തായാലും ഈ വഴി തന്നെ പോകണം. അപ്പോൾ ഫുൾ ബാക്ക് പാക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ബൈക്കിന് നമ്മുടെ അച്ചുവിൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ബസ് കയറിയിട്ട് ഏകദേശം ഒരു 50 കിലോമീറ്ററാണ് ഈ അലാമിനോസിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നേരെ ബൈക്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോകാം. അവിടെ നേരെ അലാമിനോസിലേക്ക്, പിന്നെ അവിടെ നിന്നുള്ള കാഴ്ചകളും. അപ്പോൾ എന്തായാലും ഫിലിപ്പൈൻസ് എന്നുള്ള അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഷ്റഫ് എക്സൽ. വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. ഒരു കവർ ഫുള്ള് സാധനം ഇവിടെ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ബാക്ക് പാക്കിൻ്റെ വെയിറ്റ് കുറച്ചു. എന്നിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ആ വെള്ളത്തിൽ കൂടി പോകണം. അപ്പോൾ ചെരുപ്പ് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം താഴെ പോയിട്ട് ഷൂ മാറ്റിയായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ എപ്പോഴും ശരിക്കും നല്ല വെള്ളം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഏറ്റവും വലിയ ടാസ്ക് ഇതാണ്, അവിടുന്ന് അങ്ങോട്ട് വെള്ളം ക്രോസ് ചെയ്യുന്ന കഥ. ഇത് നമ്മളിവിടെ വന്ന് ഇറങ്ങി അതേ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടുന്ന് 2-3 ബസ് നിൽക്കുന്നുണ്ട്. 2-3 കുറേ ബസ് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ഫസ്റ്റ് ബസ്സാണ് നമുക്ക് പോകേണ്ട അലമിനോസിലേക്കുള്ളത്. എന്തായാലും കയറാം. കറക്റ്റ് ടൈമാണ് നമ്മളിവിടെ എത്തിയത്. ഞാൻ വന്ന് കയറി ഇരുന്നതും ബസ് പുറപ്പെട്ടു കേട്ടോ. കറക്റ്റ് ടൈമായിരുന്നു. ജസ്റ്റ് 1 മിനിറ്റ് പോലും ഉണ്ടായില്ല. നമുക്ക് ജസ്റ്റ് ഞാൻ ആ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ഒന്ന് 2 ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ബസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് ഞാൻ വന്ന് കയറി. അപ്പോഴത്തേക്കും പുറപ്പെട്ടു. കറക്റ്റ് ടൈമായിരുന്നു. ഒരു ഇച്ചിരി നമ്മൾ ലേറ്റ് ആയിരുന്നെങ്കിൽ ബുദ്ധിമുട്ടിയിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. ഇനിയൊരു 1.5-1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് അലാമിനോസിലെത്താം. അപ്പോൾ സമയം ഒരു 8 മണി 8:15 ആയപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടോ. ഇത് ഇപ്പോൾ ബസ് ടെർമിനലിലാണ്. ബസ് ഇറങ്ങിയിട്ട് അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തിന് മെസ്സേജ് അയച്ചിരുന്നു. പുള്ളി ഇപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഗീ വെർസോസ എന്ന പുള്ളിയുടെ പേരിട്ടോ, ഗീ വെർസോസ. കുറച്ച് നേരം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ മുമ്പിലുള്ളൊരു ചെയറിൽ ഒരു അമ്മയും 2 കുട്ടികളും ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഒരു ചെറിയ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഫ്രെയിമിലേക്ക് ഒരു സ്കൂട്ടറിൽ 2 പേരും ഇങ്ങോട്ട് വന്ന് എൻട്രി ചെയ്തു കേട്ടോ. അതെ, അവരെ തന്നെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അവരടുത്തേക്ക് വന്നു, ഞങ്ങൾ പരിചയപ്പെട്ടു. ഹായ്, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നീട് ജീബ്രോ സ്കൂട്ടറിലും ഞാനും മേരിജയും കൂടി ഒരു ട്രൈസൈക്കിളിലും യാത്ര ചെയ്ത് കുറച്ച് ദൂരം പോയി ജീബ്രോയുടെ അമ്മ നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. How to pronounce your name? My name is Luigi. That's the full name. Luigi. Yeah, do you know the Super Mario Brothers? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇവിടെ പേര് എങ്ങനെ പ്രൊണൗൺസ് ചെയ്ത് കുറേ കൺഫ്യൂഷൻ ആയതാണ് ഞാൻ. അപ്പോൾ ഇദ്ദേഹമാണ് ലൂയിജി ജി എന്ന് വിളിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ നോക്കട്ടെ ആദ്യം. നല്ല വിശക്കുന്നുണ്ട് നമുക്ക്. This restaurant is actually owned by my ഗുഡ് മോർണിംഗ്. നൈസ് മീറ്റിംഗ് യു. my grandpa. ഓക്കെ 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 ഓക്കെ. ജീബ്രയുടെ ഗ്രാൻഡ് പേയാണ്. The restaurant is owned by my family. ഓക്കെ. Then this is already a 2-year-old or almost 2 years. ഇത് ജീബ്രോയുടെ കുടുംബത്തിന്റെ തന്നെ കേട്ടോ. ഇവരുടെ ഫാമിലി ഓൺ ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ തുറക്കാൻ സമയം ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് ഇപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഏകദേശം സമയമായി. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഹായ് ഹായ്. ഇതാണ് അവളുടെ കിച്ചൺ. ഹായ്, ഹൗ യു? ഇവിടെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. That is the sauce or the soup of our beef stew. So that's our Filipino beef stew. I'm gonna be ബീഫ് സ്റ്റൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. ബീഫ് സ്റ്റൂ. ഇവിടെ വേറെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈവനിങ് പറ്റുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ. ഇതാ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ള അടുക്കളയാണ് കേട്ടോ. സെറ്റാണ്. അപ്പോൾ നമ്മളെ ഫുഡ് വന്നു. കുറച്ച് ഫ്രൈഡ് റൈസും ഒരു ഇച്ചിരി ചിക്കൻ നഗറ്റ്സും പിന്നെ ഒരു എഗ്ഗും ആണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. മെനു തരുമ്പോൾ ഞാൻ ചോദിച്ചു കേട്ടോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലുള്ള മെനു ഏതാണെന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ പുള്ളി പറയാണ്, ദിസ് ഇസ് നോ ബ്രേക്ക്ഫാസ്റ്റ് മെനു റൈറ്റ് ഹിയർ. Yes. Why?
Okay, so again, ഞാൻ മുമ്പ് ശ്രദ്ധിച്ചതുമാണ്, അതുപോലെ തന്നെ ഇപ്പം നമ്മളെ ജീബ്രോ പറയുകയും ചെയ്തു. അതായത് ഇവിടെ മിക്കവാറും ഹോട്ടലുകളിലുള്ള മെനുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് മെനു, ലഞ്ച് മെനു, ഡിന്നർ മെനു എന്നൊന്നുമില്ല. ഈ മെനുവിലുള്ള എല്ലാ ഐറ്റം സാധനങ്ങളും എല്ലാ സമയത്തും കിട്ടും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മെനു ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ അതാണ്, ഇതിലുള്ള എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്, ഇതിലുള്ള എല്ലാം ഡിന്നർ തന്നെയാണ്, ഇതിലുള്ള എല്ലാം ലഞ്ചും ആണെന്ന്. ഇത് നമ്മുടെ ജീബ്രോയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീടാണ്. അവരുടെ മുറ്റത്തിനെ ഉണ്ട് അവരുടെ ഈ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടെ ഒരു സംഭവം ഉണ്ട്, അതായത് ഫിലിപ്പൈൻസിലെ 7 വണ്ടേഴ്സിൽ ഒന്നാണെന്ന് അറിയപ്പെടുന്ന 100 ഐലൻഡ്സ് വിസിറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ട് കേട്ടോ. 100-ലധികം ഐലൻഡ്സ് ഉള്ളൊരു കടലിൻ്റെ ഭാഗമാണ്. ഇവർ പറയുന്നത് ഫിലിപ്പൈൻസിൽ ഇവിടെ മാത്രമേ ഇത്രയും കൂടുതൽ ഐലൻഡ്സ് ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ എന്നാണ്, അടുത്തടുത്തായിട്ട് കാണാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അവിടെ ഒരു ടൂറിസ്റ്റിനായിട്ട് ഒരു പാക്കേജ് അവർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബോട്ട് നമ്മൾ ഹയർ ചെയ്തതിന് ശേഷം ആ ഐലൻഡ്സ് ഇങ്ങനെ ചുറ്റി വരുന്ന പരിപാടിയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട 4-5 ഐലൻഡിൽ നമ്മൾ ഇറങ്ങും, ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് നമ്മൾ കാണും. ആ ഐലൻഡുകളിലൊക്കെ ഓരോ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. ഞാനിവിടെ വന്നിട്ട് ഓരോ കാര്യം അന്വേഷിക്കുമ്പോഴും എല്ലാവരും പറഞ്ഞു തരുന്ന സംഭവമാണ് ഈ 100 ഐലൻഡ്സ്. ഇവിടെയൊക്കെ കണ്ടോ നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു, ബസ്സിലിരിക്കുമ്പോൾ ഒരുപാട് ഏരിയകളിൽ ഇങ്ങനെ നെൽപ്പാടങ്ങൾ കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ കൃഷിയില്ല, ഇപ്പോൾ ഒരു പക്ഷേ അതിന് സമയമായിരിക്കില്ല. നമ്മൾ പോകുന്ന വഴിയാണ് നമ്മുടെ മേരി ജോയുടെ വീട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അത് ആക്ച്വലി അവരുടെ വീട് ഒരു പാടത്തിൻ്റെ നടുവിലാണ് കേട്ടോ. അതുണ്ടോ ഇവിടെയൊക്കെ നെൽപ്പാടങ്ങളാണ്. ഈ ഡ്രസ്സ് ഉണങ്ങാനിട്ടേക്കുന്നത് നല്ല ഭംഗിയായിട്ട്. ഓ, ഇതാണ് ഇവരുടെ വീട് കേട്ടോ, മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയ. Local provinces. This is the usual houses. Yes. Just a small one, but a happy family. Yes. That's the most important thing. ഓക്കെ, ഇവരുടെ അടുക്കളത്തോട്ടാണ് കേട്ടോ. അതായത് ചെറിയ ചെറിയ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ചെമ്പരത്തിപ്പൂവ് നിറയുണ്ട് കേട്ടോ. ഞാനത് പല പ്രാവശ്യം ശ്രദ്ധിച്ചു. ചെമ്പരത്തിപ്പൂവ് നിറയുണ്ട് ഇവിടെ. കോഴിക്കൂടുണ്ട്, കോഴിനെ വളർത്തുന്നു. കരിമ്പൊക്കെ കൃഷിയുണ്ട് ഇത്രേ. കപ്പ നിറയുണ്ട് കേട്ടോ. Tapioca. Kamuting kahoy. What you call that? Kamuting kahoy. ഇതിന്റെ പേരാണത്, കമോത്തിങ് ക്യാനോ എന്തോ പറഞ്ഞു. Nung kayo sir sa ilang tas meron siya. Yes. Yung nilalaga. Don't you know that? I don't know the English of kamote. Potato. Tapioca. Potato. It's with Tapioca. potato. Tapioca. I'm not sure what's tapioca. Yes, tapioca. ഒരു ഊഞ്ഞാൽ നോക്കി, ടയർ കൊണ്ട് ഉണ്ടാക്കിയൊരു ഊഞ്ഞാലാണ്. സെറ്റല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ, അടിപൊളി ഐഡിയ ആണ് കേട്ടോ. ശരിക്കും അതിനകത്തേക്കാണ് ഇരിക്കാം, അടിപൊളിയായിട്ട് ഇരിക്കാം. ഇവിടെ നല്ലൊരു മാവുണ്ട്, നിറയെ മാവുണ്ട് കേട്ടോ ഈ സമയത്ത്. പക്ഷേ സീസണായിട്ട് മാങ്ങ കാണാനില്ല. ഇതാണ് ഇവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ, ഈ ഭാഗമാണേ. മുമ്പിൽ നോക്കിയേ, നല്ല പാടമൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ടല്ലേ. പാടത്ത് ഇടക്കിടക്ക് നല്ല മാവുകളുണ്ട്. Just cut. This is the life here in the province. So it's better compared in Manila. വലിയ സിറ്റീനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രോവിൻസുകളിലെ ജീവിതം കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളാണ്, ഈസി ആണെന്ന് പറയാണ്. കാരണം ഇപ്പോൾ കാര്യമായ ജോലിയൊന്നും ഇല്ലെങ്കിലും ഇവർക്ക് എന്തെങ്കിലും കുറച്ച് ചെറിയ കൃഷി ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, കോഴിനെ വളർത്തിയിട്ട്, ആടിനെ വളർത്തിയിട്ട്, അതല്ലെങ്കിൽ പന്നീനെ വളർത്തിയിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷേ മനിലയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ശരിക്കും ഭിക്ഷ എടുക്കേണ്ടി വരും ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്നാണ് പുള്ളി പറയുന്നത്. സത്യമാണ്. ശരിക്കും നമ്മളവിടെ ഒരുപാട് ആൾക്കാർ ഭിക്ഷ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ ആ ചേരി പ്രദേശത്ത് പോയപ്പോൾ നമ്മൾ കണ്ട ആ ലൈഫ് ആലോചിച്ചൊക്കെ, ചിലപ്പോൾ അവിടുത്തെ ആളുകൾ ഏൺ ചെയ്യുന്ന അത്ര പോലും ഇവിടുത്തെ ഇവർ ഏൺ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു വില്ലേജിൽ അത്യാവശ്യം നല്ല വൃത്തിയും വെടുപ്പുള്ള ഒരു ചുറ്റുപാടാണ് ഇവർക്കുള്ളത്. പ്രൊവിൻസിലെ ലൈഫ് കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, നല്ല ഹാപ്പിയാണ് എന്നൊക്കെയാണ് ഇവരുടെ അഭിപ്രായം. ഇത് ആക്ച്വലി ഇവരുടെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. പുറകുവശത്ത് പ്രധാനപ്പെട്ട പോർഷനിൽ നിന്ന് മാറിയിട്ട് നമ്മളെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെ ഒരു കിച്ചൺ സെപ്പറേറ്റ് ആണ്. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ കിച്ചൺ. നമ്മളെ ഈ പുകയില്ലാത്ത അടുപ്പില്ലേ നാട്ടിൽ, അതുപോലത്തെ സംവിധാനമാണ്. വിറക് വെട്ടിയിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പ്രോവിൻസുകളിലൊക്കെ മിക്കവാറൊക്കെ ഇങ്ങനെയുള്ള വിറകടുപ്പുകൾ തന്നെ എത്ര പേര് അധികം യൂസ് ചെയ്യുന്നത്. അടുപ്പത്ത് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് കിച്ചൺ. ഈ പോർഷനിലാണ് ഇവർ പാത്രം കഴുകുന്നതും വെള്ളം സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ MJയുടെ വീടാണ്. ജസ്റ്റ് നമുക്കൊന്ന് തുറന്ന് കാണാം. ഓക്കെ, ഇതാണ് ഇവരുടെ വീടിൻ്റെ ഉൾഭാഗം കേട്ടോ. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഇസ് ദാറ്റ് എ ചെയർ?
Yes. ബിഗ് വൺ. Yeah. ഇത് കണ്ടോ ഒരു വലിയ ചെയർ. Made it. ആ ഓക്കെ ഓക്കെ ഓക്കെ. സെൽഫ് മെയ്ഡ് ആണല്ലേ? Made of bamboo. അവര് സ്വന്തമായിട്ട് മുള ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ചെയറാട്ടോ. വലിയ വീതിയുള്ള ചെയർ, 2-3 ആൾക്കൊക്കെ ഇരിക്കാൻ പറ്റും. ഇവിടെ ഒരു കുഞ്ഞ് TV ഉണ്ട്. ഇതാ ഓ ഇത് നമ്മുടെ MJയുടെ എക്സ് ബോയ് ഫ്രണ്ട് വരച്ചു കൊടുത്താണ് അത്രേ ഈ ചിത്രം. നല്ലൊരു പെൻസിൽ ഡ്രോയിങ് ആട്ടോ. So MJ is single now. MJ MJ single because it's already expired. ഇപ്പൊ MJ സിംഗിൾ ആണെന്ന്. ഓക്കെ. ഇവിടെ വേറൊരു ചെറിയൊരു കുഞ്ഞു ബെഡ്റൂം കൂടി ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഇവരുടെ റൂം സംവിധാനങ്ങളൊക്കെ. ഓക്കെ. സോ ഇതാണ് ഇവരുടെ സിറ്റ് ഔട്ട് കേട്ടോ. ഇവിടെയും മുള ഉപയോഗിച്ചുണ്ടാക്കി ഇരിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഫ്ലെക്സ് ബോർഡ് എടുത്ത് തുറന്നിട്ട് ഇവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കം 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 കം. ഇവിടെ ഉള്ള കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ, 2-3 കുട്ടികൾ. അവർക്ക് എന്റെ കൂടെ ഇരുന്ന് സെൽഫി എടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. അപ്പൊ നമ്മൾ പോവാൻ കേട്ടോ. ഓ ഇവിടെ കണ്ടോ നമ്മുടെ നാട്ടിലെ ചെരങ്ങ പോലത്തെ സാധനമാണ് കേട്ടോ. എന്ത് നീളാ നോക്കിയേ, ഭയങ്കര വലുതാണ്. ഹലോ, ബൈ ബൈ ബൈ. ഓക്കെ, അപ്പൊ കുട്ടികളുടെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ്. ഓക്കെ, നമ്മൾ ട്രൈസൈക്കിൾ വന്നു കേട്ടോ. ഇനി നമ്മൾ ലുക്ക് അപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടുന്ന് നമ്മുടെ 100 ഐലൻഡ്സ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു 10 മിനിറ്റ് ട്രൈസൈക്കിളിൽ ഇരുന്നതിന് ശേഷം നമ്മളിവിടെ ലൂക്കാപ്പ് വാർഫിലെത്തിട്ടോ. ഫിലിപ്പൈൻസിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വരുന്നത് കേട്ടോ. ഇവിടെ നിറയെ ടൂറിസ്റ്റുകളെ കാണാം. നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഇങ്ങോട്ട് വന്നു. വരുമ്പോൾ തന്നെ ഒരുപാട് ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാരൊക്കെ കാണാൻ പറ്റും. നല്ല നല്ല ഭംഗിയിൽ വൃത്തിയിൽ ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്കിങ്ങനെ വന്നാൽ കുറേ റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളും ഒക്കെ കാണാൻ പറ്റും. അതുകൂടാതെ ഇങ്ങനെ സിറ്റിംഗ് ഏരിയകളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ, ഇതാണ് ആക്ച്വലി 100 ഐലൻഡ്സ്. ഇതല്ല ആക്ച്വലി 100 ഐലൻഡ്സ്, ഇത് അതിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. എങ്ങനെയാണ് ഈ 100 ഐലൻഡ്സ് എന്നുള്ളതിന് ഏകദേശം ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറേ ദ്വീപുകൾ അവർ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരിക്കും അത് കല്ലൊക്കെ തന്നെ ഉണ്ട്, കല്ലും ചെടിയൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വെള്ളത്തിൽ മീനുകളൊക്കെ ഉണ്ട് കണ്ടോ. ആക്ച്വലി ഇവിടെ 100 ഐലൻഡ്സ് ഇല്ല, ഏകദേശം അതിൻ്റെ ഒരു മാതൃക, അതെന്താണ് സംഭവം എന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി നേരിട്ട് കാണാൻ പോകുന്ന 100 ഐലൻഡ്സ്. ഇവിടെ വലിയ ഗ്യാങ് ആയിട്ടൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ വന്ന ടൂറിസ്റ്റുകളൊക്കെ കുറേ പേരുണ്ട്. അങ്ങോട്ട് റെസ്റ്റ് റൂമാണ്. ആക്ച്വലി ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാരൊന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് വാർഫിലേക്കുള്ള എൻട്രി. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിലേക്ക് പ്രവേശിക്കുക. ഓക്കെ, നമ്മുടെ ബ്രോ ഡ്രോൺ പറത്താനുള്ള പരിപാടിയാണ്. ഇവിടെ പിന്നെ ഡ്രോൺ ഒന്നും പറത്തുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതേ പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊരു രജിസ്ട്രേഷൻ കിട്ടോ. അവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഇവർ ഇവിടെ നിന്നാണ് ബോട്ട് അസൈൻ ചെയ്യുന്നത് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേര് രജിസ്റ്റർ ചെയ്തു. പിന്നെ ഫീ അടക്കണം. ടോട്ടല് എൻവയോൺമെന്റൽ ഫീസ്, എൻട്രൻസ് ഫീസ്, അതുപോലെ ഇൻഷുറൻസ്, പിന്നെ 3 പേർക്ക് പോകാനുള്ള ചെറിയ ബോട്ടിന്റെ ചാർജ്, പിന്നെ ഒരു 300 രൂപ അവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഇതെല്ലാം കൂടി നമ്മൾ പൈസ അടച്ചു. 1900 പെസോ ആണ് നമ്മൾ അടച്ചത് കേട്ടോ. നമുക്ക് ഒരു ഇത് തരും, ഒരു ഗാർബേജ് ബാഗ്. നമുക്ക് 3 പേർക്കും കൂടി ഈ ഒരു ട്രിപ്പിൽ നമുക്ക് വരുന്ന വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇടണം. നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നതിൻ്റെ ബോട്ടിലോ വല്ലതും കഴിച്ച് അതിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ ഈ കവറിലിട്ടിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്പോസിറ്റ് പൈസ പോയി കിട്ടും, റീഫണ്ട് ചെയ്യില്ല. അതല്ലെങ്കിൽ നമ്മളിത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 300 പൈസ അവർ തിരിച്ചു തരും. നമ്മൾ ഇവിടുന്നാണ് കേട്ടോ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൂരെ നമുക്ക് ഈ 100 ഐലൻഡ്സിൽ ഉൾപ്പെടുന്ന ഐലൻഡുകൾ ഇങ്ങനെ കാണാൻ പറ്റും, ചെറുതായിട്ട് കാണാൻ പറ്റും. അതിനകത്തു കൂടിയുള്ള യാത്ര ഭയങ്കര രസമാണെന്ന് പറഞ്ഞ് ഇവിടെ പല തരത്തിലുള്ള ബോട്ടുകളുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് കൂടിയ കപ്പാസിറ്റി എല്ലാം തോന്നുന്നുണ്ട്. നമുക്ക് മിക്കവാറും ചെറിയ ബോട്ടായിരിക്കും. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ MJ മേരി ചോയ് കുറച്ച് വെള്ളം വാങ്ങാൻ വേണ്ടി പോയതാണ്. അവൾ വെള്ളം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറപ്പെടാം. ഇതൊരു പ്രത്യേകതരം ബോട്ടാണ് കേട്ടോ. കണ്ടോ, അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ എക്സ്ട്രാ സപ്പോർട്ടിങ് വീലൊക്കെ വെക്കൂലേ സൈക്കിളിനൊക്കെ, അതുപോലത്തെ സംഭവമുണ്ട്.
ഈ വീതി കുറഞ്ഞ ബോട്ടായതുകൊണ്ടേ പെട്ടെന്ന് മറിയാനും മുങ്ങാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സംവിധാനം വെച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇതാണ് നമ്മുടെ ബോട്ട്. ഏറ്റവും ചെറുതാണ്, വളരെ ചെറുത്, തീരെ വീതിയില്ല. നമുക്ക് 3 പേർക്ക് ഇങ്ങനെ വരി വരിയായിട്ട് അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കയറാൻ. താങ്ക് യു. Kasi captain si Chubbs eh. അമ്പോ നമ്മളിതാ ആ ഐലൻഡുകളുടെ അടുത്ത് എത്തിട്ടോ. ഇതാണ് നമ്മളവിടെ നേരത്തെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചത് കണ്ടില്ലേ? ഏകദേശം അതുപോലൊക്കെ തന്നെ ഉണ്ട് സംഭവം. ഫുള്ള് പാറയാണ് കേട്ടോ, അതിൻ്റെ സൈഡെല്ലാം പാറയാണ്. അതുകൊണ്ട് അതിങ്ങനെ ഇടിഞ്ഞ് ചെറുതായി പോവുക അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. എന്നും ഇതേ ഷേപ്പ് ഇതിനകത്ത് ഉണ്ടാവും. കണ്ടോ? ഹായ്, നല്ല രസം. കണ്ടോ? കടലിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ തുരുത്തുകൾ, അതും ഫുള്ള് ഗ്രീനാണ് കേട്ടോ. പച്ച തുരുത്തുകളാണ് ഇതിനകത്ത്. ഈ ചെറിയ ചെറിയ തുരുത്തുകളടക്കം കൂട്ടിയിട്ടായിരിക്കും ഇവർ 100 ഐലൻഡ്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇതിനകത്തൊന്നും കയറാൻ പറ്റില്ല. കണ്ടോ? ഇതിനൊന്നും ബീച്ച് പോലത്തെ സൈഡിൽ മണലോ അല്ലെങ്കിൽ കയറാൻ പറ്റിയ സംവിധാനമൊന്നും കാണുന്നില്ല. കേട്ടോ? ഫുള്ള് പാറയും അതിന് പുറമെ അതിൻ്റെ മുകളിൽ കുറേ ചെടികളും ചെറിയ കുറ്റിക്കാട് പോലത്തെ. ഇതൊക്കെ ഇതാണ് കേട്ടോ, ഓരോ പക്ഷികളുടെയൊക്കെ ആവാസ വ്യവസ്ഥയൊക്കെയാണ്. കാരണം അതിനകത്ത് പക്ഷികൾ പറന്നു പോകുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്ത് രസമാണ് നോക്കി ശരിക്കും. വാ, ഇവിടേക്ക് എത്തിയപ്പോഴാണ് ശരിക്കും ഇതിനൊരു ഫീൽ നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. അവർ ശരിക്കും 7 വണ്ടേഴ്സ് ഓഫ് ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് മാത്രമൊക്കെ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇത് അടിപൊളി തന്നെയാണ്, ശരിക്കും ഒരു വണ്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ബോട്ട് ഭയങ്കര വരച്ചിലാണ് കേട്ടോ. എന്തുകൊണ്ട് ഇവർ ഇങ്ങനത്തെ ബോട്ടിന് വേണ്ടി ഡിസൈൻ ചെയ്തെന്ന് അറിയില്ല. ഭയങ്കര അങ്ങോട്ടും ചാടിയും കൊണ്ടൊക്കെയാണ് പോകുന്നത്. നമ്മൾ ആദ്യം അവിടെ മുമ്പിൽ കാണുന്ന ഐലൻഡിലാണ് ഇറങ്ങാൻ പോണത്. അതിനകത്ത് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. So this is the first stop, Governor's Island. So in here you can go to the top of the island where you can see the whole view of the 100. നമ്മളപ്പോ നമ്മുടെ ആദ്യത്തെ ഐലൻഡിൽ ഇറങ്ങാൻ പോവാണേ. പുള്ളി നമ്മളെ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി സഹായിക്കാനേ ആ പാറേൻ്റെ അങ്ങോട്ട് ബോട്ട് വലിച്ചാക്കിയതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ ആകുമ്പോൾ കണ്ടോ, ഈ പാറമൊക്കെ ഇറങ്ങിയാൽ മതി. അപ്പം നമ്മൾ നനയില്ല, കാല് നനയില്ല, ഷൂ അയക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു ടീമിനെ കൊണ്ട് വേറൊരു ബോട്ട് വരുന്നുണ്ട്. What is the name of this island? Governors. Yes. Okay, Governors Island. നമ്മൾ ഗവർണർ എന്ന് പറയും. Welcome to the Governors Island. Thank you for visiting. Please remember to take out only what you bring in. നിങ്ങൾ എന്താണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന്. വേറെ ഒന്നും ഇവിടുന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത് പച്ചക്ക് എഴുതി വെച്ചാണ് കേട്ടോ. പബ്ലിക് സർവീസ് മെസ്സേജ് ഫ്രം ഇസുസു. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് കയറാനുണ്ട് കേട്ടോ. നടത്തം നമുക്ക് നിർബന്ധമാണല്ലോ. ഇവിടെ കുറേ സ്റ്റെപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്സ് വഴി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും. ഇത് ശരിക്കും കുറച്ച് നല്ല ഹൈറ്റ് ഉള്ളൊരു ഐലൻഡാണ് കേട്ടോ. ഒരു മല പോലെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു ഐലൻഡാണ്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് കടലിൻ്റെ ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആണ്. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഈ ഭാഗത്തേക്ക് നമുക്കിങ്ങനെ ഇറങ്ങാം. ഈ ഐലൻഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു ബീച്ച് പോലെ കുറച്ച് മണലൊക്കെ ഉള്ള ഭാഗമാണ്, നോർമൽ ബീച്ച് പോലെ. ഇവിടെ ഈ സോവനീഴ്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. MJ ഫോട്ടോക്ക് പോസ് ചെയ്യുന്നുണ്ട്. പോസ് ചെയ്യാൻ വരെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും കേട്ടോ. അടിപൊളിയായിട്ട് പോസ് ചെയ്യും. ഇത് കണ്ടോ, 546 മീറ്റർ നീളത്തിലുള്ള സിപ്പ് ലൈൻ ഉണ്ട് ഇവിടെ നിന്ന്. അതായത് ഈ ഐലൻഡിൻ്റെ മുകളിൽ നിന്ന് വേറെ ഐലൻഡിലേക്ക് സിപ്പ് ലൈൻ വെച്ചേക്കുക. അപ്പോൾ കടലിൻ്റെ മുകളിൽ കൂടി ആയിരിക്കും സിപ്പ് ലൈനിൽ നമ്മൾ പോകുന്നത്. അത് കൊള്ളാലോ. അത് പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആണെന്ന് അറിയില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മൾ കുറച്ച് നേരമായിട്ടോ കയറാൻ തുടങ്ങിയിട്ട്. അയ്യ കുറേ കാലമായി നല്ലൊരു ട്രക്ക് ചെയ്തിട്ട്, മല കയറിയിട്ടും കുറേ ആയി. ഇപ്പോൾ നമ്മളിതിൻ്റെ ഏകദേശം ടോപ്പിലെത്തിയിട്ടോ.
യെസ്, നമ്മളിപ്പോൾ ഈ ഐലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് എത്തിട്ടോ. ഇവിടെ ചെറിയ ഡക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഗവർണേഴ്സ് ഐലൻഡിൻ്റെ പ്രത്യേകത എന്നറിയോ? ഈ 100 ചില്ലാനം ഐലൻഡുകളിൽ വെച്ചിട്ട് ഏറ്റവും ഉയരം കൂടിയ ഐലൻഡ് ഇതാണ് കേട്ടോ. ഉയരം കൂടിയ മീൻസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് ഇത്രയും ഐലൻഡുകളിൽ വെച്ചിട്ട് ഏറ്റവും ഉയരം കൂടിയ ഭാഗം. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഇത്രയും 100 ഐലൻഡ്സിൻ്റെ കുറേ എണ്ണം മുഴുവനായിട്ട് കാണാൻ പറ്റില്ല, അപ്പുറത്തിലൊന്നും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയയിലുള്ള മുഴുവൻ ഐലൻഡ്സ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഒരു ഡ്രോൺ ഷോട്ട് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് നല്ല ഭംഗിയാണ് കാണാൻ. നീല കടലിൽ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പച്ച കളറുള്ള ചെറിയ ചെറിയ തുരുത്തുകൾ ഇങ്ങനെ പെറുക്കി വെച്ചതുപോലെയാണ്. നല്ല രസമുണ്ട്. അവിടെ നല്ല കാറ്റും കൊണ്ടിരിക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. നമ്മളെ ബോട്ടുകാരൻ ഇറക്കിയതിന് ശേഷം ബോട്ടുകാരൻ അവിടുന്ന് പോയിട്ട് വേറൊരു സൈഡിലേക്ക് പോകുന്നത് കണ്ടു. ഇപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലായത്. നമ്മൾ തിരിച്ചു പോകുന്നത് വേറൊരു വഴിക്കാണ്. മീൻസ് നമ്മൾ വന്ന സ്റ്റെപ്പ് വഴിയല്ല, വേറെ സ്റ്റെപ്പ് വഴി ഈ ഐലൻഡിൻ്റെ വേറൊരു സൈഡിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മുടെ ബോട്ടുകാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഇതാണ് നമുക്ക് പോകാനുള്ള വഴി. ഓക്കെ, എന്ത് രസമാണ്. ഓക്കെ, ശരിക്കും നല്ലൊരു കാടിൻ്റെ ഫീലാണ് ഇവിടെ. ചില ജീവികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. അത്യാവശ്യം കുറേ പക്ഷികളൊക്കെ ഉണ്ട്. നമ്മൾ ലക്ഷദ്വീപിലൊക്കെ പോയപ്പോൾ കണ്ട അതുപോലത്തെ ചില ടൈപ്പ് ഓഫ് പാറകളൊക്കെ ഉണ്ടോ. ഇതും അതുമായിട്ട് ഭയങ്കര സാമ്യമുണ്ട്. ഇതും അതുപോലെയുള്ള ഐലൻഡ്സ് തന്നെയാണ്, കോറൽ ഐലൻഡ്സ് തന്നെയാണ്. കണ്ടോ ഈ പാറയൊക്കെ കണ്ടോ. ഇതുപോലത്തെ ചില എന്താ പറയുക സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പാറകൾ നമ്മൾ ലക്ഷദ്വീപിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഒരു ചെറിയ പാമ്പ് ഓടിപ്പോയിട്ടോ. ഞാൻ കണ്ടില്ല, പുള്ളിക്കാരെ പെട്ടെന്ന് ചാടുന്ന കണ്ടു. ഓ, ഈ വഴിക്ക് ആൾക്കാർ കയറിയൊക്കെ വരുന്നുണ്ടല്ലോ. ഓ, ഈ ഭാഗത്ത് ശരിക്കും ഒരു ജെട്ടി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ബോട്ടിൽ കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട്. കണ്ടോ, നമ്മളിപ്പോൾ ഏകദേശം ആ ഭാഗത്ത് ഇറങ്ങി വന്നു കേട്ടോ. അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ആ ഒരു ഐലൻഡിലേക്ക് ഒരു സിപ്പ് ലൈൻ ഉണ്ട്. ഇപ്പോഴും ആ ലൈൻ അവിടെ ഉണ്ട്, പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതായത് കോവിഡ് വന്നിട്ട് ഇവിടെയൊക്കെ അടഞ്ഞു കിടന്ന സമയത്ത് നിർത്തിയതാണ്. പിന്നെ ഇപ്പോൾ ആ കമ്പിയൊക്കെ ഒരു പക്ഷേ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് കാരണം ഇപ്പോൾ അവർ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി മിക്കവാറും ആ കമ്പികളൊക്കെ മാറ്റിയതിന് ശേഷമുള്ളൂ ആ സിപ്പ് ലൈൻ വീണ്ടും തുടങ്ങുന്നുണ്ടാവുക. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് ഇതിനെ രണ്ടിനും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഐലൻഡ് നമുക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴി നടന്നു പോകാൻ പറ്റും. ഇവിടെ ഒരു കുഞ്ഞി കട ഉണ്ട് കേട്ടോ. അവിടുന്ന് എന്തോ ഒരു സാധനം അവർ കഴിക്കാൻ വേണ്ടി വാങ്ങുന്നുണ്ട്. And then this is pop rice. This is kaong. I'm not sure what do you call this in English? And then there's sweetened banana. എന്തൊക്കെയോ സംഭവങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഒരു ഫേവറേറ്റ് സാധനം തോന്നുന്നുണ്ട്. Filipino dessert. ഓ, ഈ ഒരു പാറ കാണുന്നില്ല, അതിന്റെ അപ്പുറത്താണ് കേട്ടോ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ ഇനി ഈ വഴിക്കാണ് നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോകുന്നത്. ഹായ്, സംഗതി നമ്മുടെ കോഴിക്കോടത്തെ ഐശ്വര്യത ഇല്ലേ, ഐശ്വര്യത്തിന്റെ ഏകദേശം ഒരു പരിപാടിയാണ് കേട്ടോ. ഭൂരിഭാഗം ആ ഐസ് തന്നെയാണ്. താങ്ക് യു. അത്യാവശ്യം അധ്വാനിക്കാണ്ട് കേട്ടോ. ഇതിന്റെ അടിയിൽ കുറേ സംഭവങ്ങൾ അവർ മിക്സ് ചെയ്തില്ലേ, അതൊക്കെ നമ്മളിങ്ങനെ ഈ ഐസുമായിട്ട് മിക്സ് ചെയ്യണം. കുറച്ചധികം പണിയുണ്ട്. പക്ഷേ ഈ ചൂടുള്ള സമയത്ത് ഇവരുടെ ഫേവറേറ്റ് സാധനമാണ് ഇട്ടത്. സംഭവം ഞാൻ എനിക്ക് വേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് ഈ നല്ല ചൂടല്ലേ, ഐസ് കഴിച്ചപ്പോൾ ആ ഒരു മാതിരി ആയിപ്പോയി. നല്ല ചൂടല്ലേ, അപ്പോൾ കഴിക്കുമ്പോൾ നല്ല രസമുണ്ട് സംഭവം. നമ്മളെ ഐശ്വര്യത്തിൻ്റെ വേറെ ടൈപ്പ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കഴിച്ച് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ബോട്ടിലിരുന്ന് കഴിക്കാൻ പറ്റും. നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോവാണ്. അടുത്ത ഐലൻഡാണ് പിൽഗ്രിമേജ് ഐലൻഡ്. ഓക്കെ, ഐ തിങ്ക് ഐ ക്യാൻ ബാലൻസ്. രണ്ട് കയ്യിൽ ഒന്നിന് ഫോണാണ്, ഒന്നിന് ഈ സാധനമാണ്. നേരെ മുമ്പിൽ കാണുന്നതാണ് പിൽഗ്രിമേജ് ഐലൻഡ്. ഇവിടെ പക്ഷേ നമുക്ക് ഇറങ്ങണമെങ്കിൽ ഇതുണ്ടാക്കിയിട്ടുണ്ട്, എന്താ പറയുക, ഫ്ലോട്ടിംഗ് ജെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന രണ്ടാമത്തെ ഐലൻഡാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ കണക്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഇത് വേറൊരു ഐലൻഡാണ്,
പിന്നെ ഒന്ന് അങ്ങോട്ട്, അതൊന്ന് വേറൊന്ന്, അതാണ് പിൽഗ്രിമേജ് ഐലൻഡ്. പക്ഷെ അത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ഐലൻഡിലേക്കാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ അത് സെപ്പറേറ്റ് ഒന്നാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പാലം എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ പിന്നെ അടുത്തടുത്തായിട്ട് ഇതേ കുറേ ഐലൻഡ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ബോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ ഐലൻഡിലേക്കും പോകാൻ പറ്റും. ഇതുണ്ടോ, ജസ്റ്റ് 2 എണ്ണം ഇട്ട് കണക്ട് ചെയ്തിട്ട് തീരെ വീതിയില്ല, ശ്രദ്ധിച്ച് നടക്കണം. ഈ ഫ്ലോട്ടിംഗ് ജെട്ടിന്റെ മുകളിൽ ചെറിയ ഹട്ടൊക്കെ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവരുടെ ഓഫീസും സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെയാണ് തോന്നുന്നുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ മരത്തിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ജെട്ടീൻ്റെ ഭാഗമുണ്ട് കേട്ടോ ഇവിടെ. ഇതുവഴി ഇങ്ങനെ നടന്നിട്ട് നമുക്കിതാ ഈ ഒരു ഐലൻഡിലേക്ക് കയറാൻ പറ്റും. ഇവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. കുറച്ചല്ല, ഒരു കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇത് ഇളനീരാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളും ചെടികളൊക്കെ വെച്ച് നിറച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചെടിയുണ്ടോ? ഇത് പാലുണ്ടാക്കിയിട്ടില്ല കേട്ടോ, നാച്ചുറലി മെയ്ഡ് ബ്രിഡ്ജാണ്. ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ് ഈ 2 ഐലൻഡ് തമ്മിൽ. അപ്പോൾ ഒരു പക്ഷേ ഇത് 2 എണ്ണം ആയിരിക്കില്ല, ഒറ്റ ഐലൻഡായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് ഇതേ ഇങ്ങനെ ആ ഐലൻഡിലേക്ക് കയറാൻ പറ്റും. ഇവിടെ ഒരു അമ്മച്ചി ഞണ്ടിനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടുന്ന് തന്നെ അവർ പിടിച്ചാണ് 2 നെറ്റ് പോലത്തെ സാധനത്തിൽ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് അവരിങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മളോട് വേണോ എന്ന് ചോദിച്ചിട്ട്. അതായത് ഒന്ന് ക്രാബ്ലെറ്റ്സ് എന്ന് പറയും, പിന്നെ ഒന്ന് ക്രാബ്സ് ആണ്. അതായത് ക്രാബ്ലെറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ കുട്ടി ഞണ്ടുകളാണ്, മറ്റേത് കുറച്ച് വലിയ ഞണ്ടുകളും. എന്നാലും നമ്മുടെ അവിടെ നാട്ടിൽ കാണുന്ന അത്ര വലിയ ഞണ്ടുകളല്ല. അതിന് 250 പെസോ ആണ് കൊടുത്താൽ. 250 പെസോ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ തന്നെ ചെറിയൊരു ഷെഡ് ഉണ്ട്, അവിടെ വെച്ചിട്ട് അവർ കുക്ക് ചെയ്യും. നമ്മൾ മോളിൽ പോയിട്ട് കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ കുക്ക് ചെയ്ത് തരും. അപ്പോൾ ഇവരിവിടെ ആക്ച്വലി ഈ ഐലൻഡൊന്നും ആൾക്കാർ താമസിക്കുന്നില്ല കേട്ടോ, താമസിക്കാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷെ ഇവർ ഇതുകൊണ്ട് ഉപജീവനം നയിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിലെ വേറെ ഏതോ 2-3 അംഗങ്ങൾ ഒരു ബോട്ടിൽ ഇങ്ങനെ വന്നപ്പോൾ കുട്ടികളൊക്കെ കൂടെ ഓടിക്കൂടുന്നുണ്ടായിരുന്നു. ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓടിക്കൂടുന്നുണ്ടായിരുന്നു. അവർ ഒരുപക്ഷെ ഇവിടെ തന്നെ ആയിരിക്കും ഫുൾ ടൈം പകലൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. എന്തായാലും നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറി പോവാം. നമ്മൾ വന്ന് കയറിയ ആ ഐലൻഡിന്റെ ഭാഗത്ത് സെന്റ് ജോസഫിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നേരത്തെ പോലെ തന്നെ എങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ പറ്റും. മുകളിൽ ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് തന്നെയാണ് ഈ ഒരു ഐലൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതിനെ പിൽഗ്രിമേജ് ഐലൻഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പോകുന്ന വഴിക്ക് പിന്നെ നമ്മുടെ അന്ത്യ അത്താഴത്തിന്റെയും അതുപോലുള്ള വേറെ ചില കാര്യങ്ങളിലൊക്കെ ചില രംഗങ്ങളുടെയൊക്കെ സ്റ്റാച്യൂസൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കയറി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് ഇവിടെ ഹോളി ഫാമിലിയുടെ സ്റ്റാച്ചു ഉണ്ട്. ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴം മുഴുവനായിട്ട് ഇവിടെ ഒരു സ്റ്റാച്ചു ആക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ ചിത്രങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ. ഇതതിൻ്റെ ശില്പമാണ്. സാധാരണ സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴേ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ഐലൻഡിൽ ടൂറിസ്റ്റുകളല്ലാത്ത ഇവിടുന്ന് തന്നെയല്ല എന്താ പറയുക തീർത്ഥാടകരൊക്കെ വരുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഇവിടുത്തെ ടൂറിസ്റ്റൊക്കെ ഒന്ന് ഓപ്പണായി വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം വളരെ ആൾ കുറവാണ്. ഇവിടെ ജീസസ് ക്രൈസ്റ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ശില്പം കൂടിയുണ്ട് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴാണ് സംഗതി വ്യക്തമായിട്ട് മനസ്സിലായത് കേട്ടോ. തുടക്കത്തിൽ ഹോളി ഫാമിലിയുടെ ശില്പം കണ്ടതിന് ശേഷം കുരിശിൻ്റെ വഴിയിലെ വിവിധ സന്ദർഭങ്ങളാണ് ശില്പരൂപത്തിൽ ഈ വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ദ ന്യൂ വേ ഓഫ് ക്രോസ് എന്ന തലക്കെട്ടിൽ ഓരോ ശില്പത്തിന് സമീപവും അത് ഏത് സന്ദർഭമാണെന്ന് ക്രമനമ്പർ സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് യേശു കുരിശ് സ്വീകരിച്ച് നടക്കാൻ തുടങ്ങുന്നതിൻ്റെ ശില്പമാണ്. പിന്നെ 9ാമതായി യേശുവിനെ കുരിശിൽ തറക്കുന്നതിൻ്റെയും പിന്നെയും കുറച്ച് മുന്നോട്ട് പോയാൽ 10ാമതായി 2 കള്ളന്മാർക്ക് നടുവിലായി കുരിശിലേറ്റപ്പെട്ട രൂപത്തിലും പിന്നെയും നടക്കുമ്പോൾ കുരിശിൽ മരണപ്പെട്ട യേശുവിൻ്റെ ശില്പവും ശേഷം കല്ലറയിൽ അടക്കപ്പെട്ടതിൻ്റെയും അവസാനമായി 14ാമത് ഈ മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് 3-ാം നാൾ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വലതുകൈ ആകാശത്തേക്ക് ഉയർത്തി നിൽക്കുന്ന യേശുവിൻ്റെ ശില്പവും കാണാം. പിന്നെ ഇവിടെ സന്ദർശിക്കുന്ന ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ചാപ്പലുമുണ്ട് ഈ ഭാഗത്ത്. കോമൺ എന്താ അറിയോ, അതായത് ഇവിടെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ടല്ലോ. നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ ബോട്ടിൽ വരുമ്പോഴൊക്കെ കണ്ട വലിയൊരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ ഈ ഒരു ഐലൻഡിൽ.
അതാണ് ഇതിൻ്റെ ഒരു ഐക്കൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതെവിടെയെന്ന് അറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ വേറെ ആരും ഇല്ല, ഞങ്ങൾ 3 പേര് മാത്രമേ ഇപ്പോൾ ഇതിനകത്തുള്ളൂ ഈ ഒരു ഐലൻഡിൽ. അപ്പോൾ ആരോടും ചോദിക്കാനുമില്ല, ഇവിടെ എഴുതി വെച്ചതും കാണാനില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ആ സ്റ്റാച്ചു കണ്ടുപിടിക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് വീണ്ടും കയറി വരിക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല, നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ആ പുള്ളി പറഞ്ഞു നമുക്ക് ഡ്രോൺ ഒന്ന് പറത്തി വെക്കാം. ഡ്രോൺ പറത്തിയിട്ട് ഏത് ഭാഗത്താണ് സ്റ്റാച്ചു എന്ന് കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. അവസാനം നമ്മൾ ഡ്രോൺ പറത്തി ജീസസിനെ കണ്ടുപിടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാണേ. അങ്ങനെ കുറേ നടക്കും, കുറേ ഇരിക്കും. അങ്ങനെ അവസാനം നമ്മൾ ആ വലിയ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിട്ടോ. ഇത് കണ്ടോ, ഈ വലിയ സ്റ്റാച്ചുവിൻ്റെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുന്നുള്ള വ്യൂ കേട്ടോ. ഇവിടെ ഈ ഒരു ഐലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഈ സ്റ്റാച്ചു നിൽക്കുന്നത്. അവിടെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നമ്മൾ നേരത്തെ നമ്മുടെ ഗവർണർ ഐലൻഡിൻ്റെ അവിടെ നിന്ന് കണ്ട പോലെയുള്ള കുറേ ഐലൻഡ്സ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും. എന്ത് കളറാന്ന് നോക്കി. ഇവിടെ കണ്ടോ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് ഭയങ്കര വ്യൂ അല്ലേ. വാ, നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലമാണ് കേട്ടത്. ഇവിടെ നമ്മൾ വന്ന് ബോട്ട് ഇറങ്ങിയത് കണ്ടോ, എന്ത് രസം നോക്ക്. സൂപ്പർ സൂപ്പർ. വെയിൽ കൊണ്ട് നടന്ന് നന്നായി ക്ഷീണിച്ചു കേട്ടോ. കുറച്ചു നേരം നമ്മൾ അവിടെ ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അവിടെ ഇരുന്നു, നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഇരുന്നു. ഇപ്പോൾ ഇതാ എന്ത് ഭംഗിയിലാണെന്നറിയോ സ്ഥലം അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല നിറയെ പൂക്കളുള്ള ചെടികളൊക്കെ വെച്ചിട്ട് ഭയങ്കര കളർഫുള്ളായിട്ടാണ് കേട്ടോ. ബോഗൻവില്ല അടക്കം കുറേ അടിപൊളി ചെടികളാണ്, നല്ല കളർഫുള്ളാണ്. ഈ വഴികളൊക്കെ നടക്കാൻ നല്ല ഭംഗിയാണ്. ക്ഷീണം ഇല്ലെങ്കിൽ നല്ല രസമാണ്. ഇപ്പോൾ പക്ഷെ നമ്മൾ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കിങ്ങനെ ഈ വഴി താഴേക്ക് പോകാം. ഇപ്പം നമ്മൾ എത്തിയതാണ് മാർക്കോസ് ഐലൻഡ് കേട്ടോ. മാർക്കോസ് ഐലൻഡ് നമ്മളിവിടെ ഇറങ്ങണോ വേണ്ടെന്ന് ആലോചിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിഫ് ഡൈവിംഗ് ആണ് കേട്ടോ. അതായത് ഇതിന് മുകളിൽ പോയിട്ട് ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് കടലിലേക്ക് ചാടാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് ചാടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ആൾക്കാർ നീന്തുന്നതൊക്കെ കണ്ടോ. അപ്പോൾ പിന്നെ ഒന്നുള്ളത് ഒരു സാധാരണ പോലത്തെ ഒരു ബീച്ച് ഇവിടെ അവൈലബിൾ ആണ്. ചെറുതാണെങ്കിൽ പോലും മണലിങ്ങനെ കയറി കിടക്കുന്ന രീതിയിലുള്ള ഒരു ബീച്ച് ആളുകൾക്ക് കടലിൽ കുളിക്കുന്ന ഒരു അനുഭൂതി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ഈ മാർക്കോസ് ഐലൻഡിൽ നമ്മൾ ഇറങ്ങുന്നത്. നോർമലി ഇങ്ങനെയുള്ള ഈ ട്രിപ്പിൽ ഇവിടെ കുറച്ച് സമയം അവൈലബിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം, ബീച്ചിൽ കുളിക്കാം, അതല്ലെങ്കിൽ ആ ക്ലിഫിൽ പോയിട്ട് വെള്ളത്തിലേക്ക് ചാടണമെങ്കിൽ ചാടാം, അതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ കണ്ടോ നമ്മളെ നോർമൽ ഒരു ബീച്ച് പോലെ ചെറിയൊരു ബീച്ച് കേട്ടോ. നല്ല മണലും നല്ല വൃത്തിയുള്ള മണലൊക്കെ ഉള്ള നല്ലൊരു ചെറിയൊരു ബീച്ച്. ഇവിടെ ആളുകൾ കുളിക്കുന്നതൊക്കെ ഉണ്ട് കടലിൽ. ഇങ്ങനെ നമുക്കിതാ ഈ ഐലൻഡിലോട്ട് കയറാൻ പറ്റും. ഈ ഐലൻഡിൻ്റെ സൈഡിൽ കൂടി അല്ല ക്ലിഫിലൂടെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും കേട്ടോ. ഈ പാറക്കെട്ടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് ബീച്ച് ഇങ്ങനെ കാണാം. കണ്ടോ ആൾക്കാർ കുളിക്കുന്നതൊക്കെ കണ്ടോ. ഓക്കെ, ആൾക്കാർ ചെരുപ്പിടാതെ നടന്നിട്ടേ ഈ പാറേൻ്റെ കൂർത്ത ഭാഗങ്ങളുണ്ട്, അത് ചവിട്ടുമ്പോൾ അങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഈ ഐലൻഡ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് ക്ലിഫ് ജമ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ക്ലിഫ് ജമ്പിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഈ പാറക്കെട്ടിൻ്റെ സൈഡിൽ നിന്ന് കടലിലേക്ക് ചാടുമായിരിക്കുന്നതാണ്. പക്ഷെ അതങ്ങനെയല്ല, അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കണ്ടോ, ആ ഇതാണ് സംഭവം.
ഇവിടെ ആൾക്കാർ ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അമ്മോ, So that's what I'm talking about. It's from the inside, right? yes. And then once you go This down, is interesting. you will just go outside. The stones. Can I go there? Yeah, I think so. But you're gonna jump, of course. ഇതാണ് സംഭവം കേട്ടോ. ആൾക്കാർക്ക് ഈ സ്റ്റെപ്പിൽ കൂടി ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് പല ഭാഗങ്ങളുണ്ട്. നമുക്ക് എവിടുന്നാണ് ധൈര്യം തോന്നുന്നത് അവിടുന്ന് നമുക്ക് താഴേക്ക് ചാടാൻ പറ്റും. അപ്പൊ ഇതാണ് സംഭവം, ക്ലിഫ് ഡൈവിങ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ല. ഇതേ ഒരു ഗുഹ പോലെ ഉണ്ട്. ഈ സ്റ്റെപ്പിൽ കൂടി ഇങ്ങനെ താഴത്തേക്ക് നമുക്ക് ഇറങ്ങാം. താഴെ ഇറങ്ങിപ്പോയിട്ട് ഇതേ ആ സ്റ്റെപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ട് ചായക്ക് ചാടാട്ടോ. കണ്ടോ എന്ത് രസം നോക്കി. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഒരു വലിയൊരു ഗുഹ പോലെയാണ്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിറയെ ഈ വാവലില്ലേ, വവ്വാലുകൾ, അവറ്റകളുടെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കട്ടെ. നിറയെ എണ്ണ അവിടെ തൂങ്ങിക്കിടക്കുന്നത് കാണട്ടെ. നമുക്ക് കണ്ടോ വെള്ളത്തിലേക്ക് ചാടിയിട്ട് അവിടെ കണ്ടോ ഒരു വഴി, ഗുഹ പോലെ പുറത്തേക്ക് ഒരു വഴിയുണ്ട്. അതുവഴി നീന്തിയിട്ട് അങ്ങോട്ട് കടലിലേക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. പിന്നെ അവർ നേരത്തെ നമ്മൾ കണ്ട ബീച്ചിലേക്ക് അങ്ങോട്ട് കയറും. അതാണ് പരിപാടി. അങ്ങനെ നമ്മൾ അടുത്ത ഐലൻഡിൽ എത്തിട്ടോ. ഐലൻഡിൽ ഇറങ്ങി. ഇതാണ് ക്യൂസോൺ ഐലൻഡ് കേട്ടോ. ഇവിടെ ഈ ഒരു ഐലൻഡിൽ, ഈ 100 ഐലൻഡ്സിൽ ഇവിടെ മാത്രമാണ് നമുക്ക് ഒരു ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള സംവിധാനമാണ് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. റൂമൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളതിൽ 2-3 സിപ്പ് ലൈൻസ് ഉണ്ട് ഇവിടെ. പക്ഷെ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഉള്ള ഒരു സിപ്പ് ലൈൻ മാത്രം ഇപ്പോൾ വർക്കിംഗ് ആണ്. അത്ര വലുതൊന്നുമല്ല, കുറച്ച് ചെറുതാണ്. പക്ഷേ എങ്കിൽ പോലും കടലിൻ്റെ മുകളിൽ കൂടെ ആയതുകൊണ്ട് ഒരു പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമ്മുടെ ബനാന ബോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ചില ആക്ടിവിറ്റീസൊക്കെ ഈ ക്യൂസോൺ ഐലൻഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അവിടെ ഫുഡൊക്കെ കിട്ടും. ഇപ്പോൾ എങ്ങോട്ടാണ് ഈ പുള്ളി നടന്നു പോകുന്നത് എനിക്കറിയില്ല. ഇവിടെ കണ്ടോ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള വേറെ ചെറിയൊരു ഐലൻഡിലേക്കാണ് ആ ബ്രിഡ്ജ് കേട്ടോ. നമ്മൾ സിപ്പ് ലൈനിൽ പോകുമ്പോൾ ഈ ഐലൻഡിൽ നിന്ന് ആ ഐലൻഡിലേക്കാണ് സിപ്പ് ലൈൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി ഇറങ്ങിയിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് നടന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു ഐലൻഡ് കണ്ടിട്ടോ. അത് ചിൽഡ്രൻസ് ഐലൻഡാണ്. അതായത് വലിയ തിരമാലൊന്നും ഇല്ലാത്ത ശാന്തമായിട്ടുള്ള ചെറിയൊരു ബീച്ചുണ്ട് അവിടെ. അതുപോലെ തന്നെ വെള്ളം, കടൽ വെള്ളം ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് പോകുന്നത് ബീച്ച്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ അവിടെ കളിക്കാനൊക്കെ ബീച്ചിൽ നീന്താനൊക്കെ സുഖമാണ്. അതുകൊണ്ട് അതിന് പറയുന്ന പേര് ചിൽഡ്രൻസ് ഐലൻഡ് എന്നാണ്. അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്ന വഴിക്ക് നമ്മളൊരു ഐലൻഡിൽ ഒരു വലിയൊരു ഗുഹ കണ്ടു കേട്ടോ. ഒരു വലിയൊരു ഗുഹ, കേവ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തുമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ചേട്ടൻ അവിടെ നിർത്തി തന്നു. നമ്മൾ അവിടെ ഇറങ്ങിയപ്പോൾ കണ്ടാ നമുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ അതിഭീകരമായ വലിയൊരു ഗുഹ കാണാം. ശരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ഫീൽ ചെയ്യില്ല. പക്ഷേ അകത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത് കേട്ടോ. ഇത് അപ്പുറത്തേക്ക്, ഇങ്ങനെ അപ്പുറത്തേക്ക് കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പുറത്ത് കടലിൽ പോയി ഇറങ്ങാൻ പറ്റും ഈ സംഭവം. ഒയ്യോ എന്താ സംഭവം. ഓക്കെ, ശരിക്കും കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കിയ പോലെ തോന്നും കേട്ടോ. ഇത് ഉണ്ടാക്കിയതല്ല കേട്ടോ, സംഭവം ഉണ്ടാക്കിയ പോലെ തോന്നും. തിര ഇങ്ങനെ വന്ന് അടിക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാ ഐലൻഡിൻ്റെയും താഴ്ഭാഗം ഇങ്ങനെ കുറേ ഉള്ളിലേക്ക് കുഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പാറ ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ട് നമുക്ക് കുറച്ച് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും. രാവിലെ ഭക്ഷണം കഴിച്ച് നമ്മുടെ ജി ബ്രോയുടെ ഫാമിലി നടത്തുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെ തിരിച്ചെത്തി. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കലം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു അലുമിനിയം കലം ഇരിക്കുന്നുണ്ട്. അതാണ് ഇത്ര ഈ റെസ്റ്റോറൻറ്റിൻ്റെ സൈൻ ബോർഡ്. ഇവിടെ അങ്ങനെയാണ് പതിവ്. റെസ്റ്റോറൻറ്റുകളുടെ മുമ്പിൽ നമ്മൾ പണ്ട് വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു വലിയൊരു കലം.
ഇങ്ങനെ ഇരിക്കുന്നത് ഹോട്ടലിൻ്റെ മുമ്പിൽ അതുപോലെ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അത് സൈൻ ബോർഡാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാം കേട്ടോ. സമയം ഇപ്പോൾ 4 മണിയായി. എവിടെ നമുക്ക് കഴിക്കാൻ കിട്ടിയത് ഇത് തന്നെയാണ്. അതായത് ചോറും ഒരു പീസ് ഫ്രൈഡ് ചിക്കനും പിന്നെ കുറച്ച് സലാഡ് പോലെ നമ്മുടെ ഈ കോൺ ഉണ്ടല്ലോ, കോൺ അതുണ്ട്, പിന്നെ ചെറിയൊരു ഗ്രേവി ഉണ്ട്. ഈ ഗ്രേവി ചോറിൽ ഒഴിച്ച് കഴിക്കാനുള്ളതാണ്. എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ചു, നല്ല ഫുഡായിരുന്നു. ഇവർക്ക് 2 പേർക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ താഴത്ത് വെക്കാം. നമ്മുടെ ജി ബ്രോയുടെ ചാനലും അതുപോലെ തന്നെ നമ്മൾ കൂടെ നേരത്തെ വന്നില്ലേ, എന്തായിരുന്നു പേരിപ്പോൾ എന്തായിരുന്നു, മേരി ജോയ് MJ. ഓക്കെ, പുള്ളിക്കാരി ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിരിക്കുക കേട്ടോ. എന്താണ് പ്ലാൻ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് എങ്ങാണ്ട് തുടങ്ങിയാന്ന് തോന്നുന്നുണ്ട്. ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത്, പക്ഷെ അത് ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നുമില്ല, എന്താ പ്ലാൻ എന്ന് എനിക്കറിയില്ല. അപ്പോൾ യൂട്യൂബിലേക്ക് വരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അവരൊക്കെ പക്ഷേ ഈ വ്ളോഗേഴ്സ് ഫിലിപ്പൈൻസ് എന്ന ഒരു കമ്മ്യൂണിറ്റീൻ്റെ ആൾക്കാരാണ്. ഇവരൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ വേറെ ഇപ്പം എന്താണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.